നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1066th day. Today 15th ശ്ലോക of Pradhamaskandam 14th chapter. For details please see the other version. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1066 ദിവസം പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 15ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്ലോകം. മൃത്യുദൂത കപോതോയം മുലൂകക്കമ്പയന്മന മൃത്യുലോകശ്ച കുഹാനേർ അനിദ്രോ ശൂന്യമിച്ഛത. ഓം തത്സത്. പറയുകയാണ്, മൃത്യുദൂതം, ഈ കപോതം മൃത്യുവിൻ്റെ ദൂതമായിട്ട് എനിക്ക് തോന്നുന്നു, അന്തകൻ്റെ ദൂതനായിട്ട് തോന്നുന്നു. ഈ കാക്കയും കൂമനും വല്ലാതെ ശബ്ദമുണ്ടാക്കിയിട്ട് എന്നെ പേടിപ്പിക്കുന്നു. എപ്പോഴും കരഞ്ഞുകൊണ്ട് വിറപ്പിക്കുന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഉറക്കമില്ലാതെ സദാസമയം കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ശൂന്യത്തെ കാംക്ഷിക്കുന്നത് മാതിരി ഇവ, എന്തോ ഒരു ശൂന്യം ഉണ്ടാകാൻ പോകുന്നത് മാതിരി ഇവ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് ആകെ എന്തോ ഒരു അസ്വാസ്ഥ്യം തോന്നുന്നു എന്ന് പറയുകയാണ്. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു, ലോകം ശൂന്യമാകാൻ പോകുന്നു എന്ന് എന്നെ അറിയിക്കുന്നത് മാതിരി എനിക്ക് തോന്നുന്നു എന്നൊക്കെ ധർമ്മപുത്രർ തൻ്റെ സഹോദരനോട് പറയുന്ന ഭാഗമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൃത്യുദൂത കപോതോയം മുലൂകക്കമ്പയന്മന മൃത്യുലോകശ്ച കുഹാനീരനിദ്രോ ശൂന്യമിച്ഛത. ശൂന്യമിച്ഛിക്കുന്നത് പോലെ തോന്നുന്നു എന്ന്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.